എല്ലാവർക്കും നമസ്കാരം. ഗ്ലോബൽ അക്കാദമി വടകരയുടെ 5ാമത്തെ ബയോളജി ക്ലാസ്സിലേക്ക് അതിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത് മസ്തിഷ്കത്തിന്റെ അതായത് കേന്ദ്രനാഡി വ്യവസ്ഥയുടെ മസ്തിഷ്കം സുഷുമ്ന പഠിച്ചു, റിഫ്ലക്സ് ആർക്ക് റിഫ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്, അതായത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയെക്കുറിച്ച്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, അതായത് സ്വതന്ത്രം, അതായത് ഡിപ്പെൻഡബിൾ അല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കാതെ നിൽക്കുന്നതിനാണ് സ്വതന്ത്രം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പെട്ടെന്ന് പേടിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കുറേ വിഷമം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കും, അല്ലേ? പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. എന്തൊക്കെയാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ? നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലുള്ള പെട്ടെന്ന് ഒരു പട്ടി നമ്മളെ ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ, തൊട്ടടുത്തുള്ള ഒരു പട്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓടാൻ ശ്രമിച്ചാൽ നമ്മുടെ കാലുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, ഹാർട്ട് ബീറ്റ് കൂടും, പിന്നെ നമ്മളാകെ വിയർത്ത് കുളിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലേ? അതായത് നമ്മൾ പിന്നെ വായിലെ ഉമിനീരൊക്കെ വറ്റിപ്പോവുക, അതേപോലെ പെട്ടെന്ന് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കള്ളനെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ പേടിയോ സങ്കടങ്ങളോ കൂടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരം വേറൊരു രീതിയിൽ നമ്മുടെ മൊത്തം പ്രവർത്തനങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അല്ലെങ്കിൽ ഇതിന് സഹായിക്കുന്ന ഒരു നെർവസ് സിസ്റ്റം, ഒരു നാഡീ വ്യവസ്ഥയുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് വിളിക്കുക. ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മൾ നേരത്തെ പഠിച്ചു കേന്ദ്രനാഡീ വ്യവസ്ഥയിൽ. നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും ചേർന്നതാണെന്ന് നമ്മൾ പഠിച്ചു. ആ പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരിഫറൽ നാഡീ വ്യവസ്ഥയിലെ ഒരു ഭാഗമാണ്. അത് നമ്മുടെ ബോധതലത്തിന് അപ്പുറത്ത് നടക്കുന്ന, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് അപ്പുറത്ത്, കോൺഷ്യസ്നെസ്സിന് പുറത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ ശരീരത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കണ്ണുകളുടെ അല്ലെങ്കിൽ കണ്ണുകൾ പേടിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, അത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഇനി ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്തൊക്കെ കൂടി ചേർന്നാണ് ഉണ്ടാകുന്നതാണ് നമ്മൾ പറയുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും കൂടി ചേർന്നാണ് എന്ത് ഉണ്ടാകുന്നത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും. എന്താണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും സിമ്പത്തറ്റിക് വ്യവസ്ഥയും? സിമ്പത്തറ്റിക് വ്യവസ്ഥ ചെയ്യുന്ന പ്രവർത്തനത്തെ അതിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ആരുടേത്? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുള്ളത്. അതായത് ഇദ്ദേഹം എന്ത് നമ്മുടെ ശരീരത്തിനോട് ചെയ്തോ അതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രത്യേകത. മനസ്സിലായോ? അപ്പോൾ സിമ്പത്തറ്റിക് വ്യവസ്ഥ നമ്മുടെ ശരീരത്തിന് ഈ ഇത്തരം സന്ദർഭങ്ങളിൽ, അതായത് നമ്മൾ ഓവറായിട്ട് ഫിയർ ആവുക അല്ലെങ്കിൽ ഓവറായിട്ട് സാഡ്നെസ് അനുഭവിക്കുക, ദുഃഖം അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കും. അതായത് സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് അത്തരം മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥ കാരണമായി അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചു, നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ സംഭവിച്ചു. അത് പിന്നെ കുറേ നേരമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല. ആ ടെൻഷൻ മാറുമ്പോൾ നമ്മുടെ ശരീരം റിലാക്സ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കുറഞ്ഞ് അത് ഇല്ലാതാവുന്ന ആ മെത്തേഡ് സംഭവിക്കുന്നത് ഈ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ഒരുമിച്ചാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഓക്കെ ആണോ? ഇനി സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നും നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സിമ്പത്തറ്റിക് വ്യവസ്ഥയും തൊട്ടിപ്പുറത്ത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ണാണ്, അല്ലെ? കണ്ണിന്റെ പ്യൂപ്പിൾ ഡയലേറ്റ്സ് എന്നാണ് പറയുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു സാധാരണ വസ്തു കണ്ട് പേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? വികസിക്കും, അല്ലെ? ഡയലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വികസിക്കുക. അത് നോർമലൈസ് ചെയ്യുമ്പോൾ, ആ പേടി മാറുമ്പോൾ നോർമലൈസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ആ കണ്ണിന്റെ ഡയലേഷൻ ഇല്ലാതാവും. അതായത് അത് കൺവേർട്ടഡ് ഇൻറ്റു നോർമൽ സൈസ്, അല്ലെ? കണ്ണെന്ത് ചെയ്യും? നോർമൽ സൈസിലേക്ക്
മാറും. അപ്പോൾ ഫസ്റ്റ് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഒന്ന് പഠിക്കേണ്ടത് പ്യൂപ്പിൾ ഡയലേറ്റ്സ്. അത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ വരുമ്പോൾ എന്താവും? പ്യൂപ്പിൾ കൺട്രാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ആ പ്യൂപ്പിൾ ഗെറ്റ് ഇൻ ടു ദ നോർമൽ സൈസ്, അത് നോർമലിലേക്ക് മാറും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാർട്ട് ബീറ്റ് അല്ലെ, ഹൃദയമിടിപ്പ്. അതായത് കൂടുതലായി പേടിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റ് കൂടും അല്ലെ, ഹാർട്ട് ബീറ്റ് കൂടും. അപ്പോൾ അത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് അല്ലെ, അത് സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. അത് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ആ ടെൻഷൻ അല്ലെങ്കിൽ അത് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഹാർട്ട് ബീറ്റ് ഗെറ്റ് ഇൻ ടു നോർമൽ അല്ലെ, അതായത് ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും? നോർമൽ ആവും. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് ആണ് സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്കില് ഹാർട്ട് ബീറ്റ് നോർമൽ ആവും. പിന്നെ എന്ത് ചെയ്യും? ട്രെക്കിയ എക്സ്പാൻസ്, നമ്മുടെ ശ്വാസനാളം അല്ലെ, ശ്വാസനാളം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. കാരണം എന്തുണ്ടാ? കൂടുതൽ ഓക്സിജൻ നമുക്ക് വലിച്ചെടുക്കേണ്ടി വരും. കാരണം നമ്മൾ ടെൻഷനായി കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ ട്രെക്കി എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, ശ്വാസനാളം വികസിക്കും. അത് സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ശ്വാസനാളം വികസിക്കുന്നു. എന്നാൽ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലോ ശ്വാസനാളം നോർമൽ സൈസിലേക്ക് മാറുന്നു. പിന്നെ നമ്മുടെ ആമാശയം, നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ വെച്ചാൽ മിക്കവർക്കും എന്ത് ചെയ്യില്ല? വിശപ്പ് അനുഭവപ്പെടില്ല. അതായത് നമ്മുടെ ആമാശയ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? മന്ദീഭവിക്കും. അത് ചെയ്യുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിലാണ്. ആമാശയ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? മന്ദീഭവിക്കും. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലോ ആമാശയ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? നോർമലാകും. അതായത് വീണ്ടും നമുക്ക് വിശക്കാനൊക്കെ തുടങ്ങും. ഈ ടെൻഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാറും. അതായത് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ. മറ്റേതിൽ പാരാസിമ്പത്തറ്റിക്കലി ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ഗെറ്റ് ഇൻ ടു നോർമൽ. ഓക്കെ, സിമ്പത്തറ്റിക്കലി അത് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും? സ്ലോ ഡൗൺ. പിന്നെ ഗ്ലൈക്കോജൻ, അതുവഴിയാണ് ശ്രദ്ധിക്കുന്നത്. ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. അതായത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം എന്ത് വരേണ്ടി വരും? അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ഓവറായിട്ടൊക്കെ വരും. അപ്പോൾ ആ എനർജിക്ക് ആവശ്യമായിട്ട് ഗ്ലൈക്കോജൻ എന്താക്കി കൺവേർട്ട് ചെയ്യേണ്ടി വരും? ഗ്ലൂക്കോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. ഇവിടെയോ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഗ്ലൈക്കോജന ഈ കൺവേർട്ട് ചെയ്യപ്പെട്ട ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? തിരിച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റപ്പെടും. ഓക്കെ, അതായത് ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ടെൻഷൻ റിലാക്സ് ആകുമ്പോൾ തിരിച്ച് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ അഗെയിൻ. ഓക്കെ, മനസ്സിലായോ? ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാനുള്ളത് പെരിസ്റ്റാൾസിസ്. എന്താണ് പെരിസ്റ്റാൾസിസ്? നമ്മുടെ അന്നപഥം, അതായത് നമ്മുടെ അന്നപഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ആഹാരം വൻകുടലിൽ നിന്നും ചെറുകുടലിൽ നിന്നും മൂവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതായത് ചെറിയൊരു മൂവ്മെന്റിലൂടെയാണ് ഈ ആഹാരങ്ങൾ അവസ്ഥാനം എക്സ്ക്രീറ്ററി ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇത്തരം മൂവ്മെന്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആഹാരം നമ്മുടെ ആമാശയത്തിൽ മൂവ് ചെയ്യുന്നത് മൂവ്മെന്റിനെയാണ് എന്ന് പറയുക? പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ സ്ലോ ഡൗൺ ആവും. അതായത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ പെരിസ്റ്റാൾസിസ് ഗെറ്റ് ഇൻ ടു സ്ലോ ഡൗൺ. അത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാകുമ്പോൾ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. എന്താണ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ? ആഹാരം മൂവ് ചെയ്യുന്ന ആ പ്രക്രിയക്കാണ്, വയറിൽ ആഹാരം മൂവ് ചെയ്യുന്ന ആ പ്രക്രിയക്കാണ് എന്ന് പറയാ? പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. അത് എന്ത് ചെയ്യും? വീണ്ടും നോർമലാകും. ഇത് കഴിഞ്ഞാൽ ഇനി പഠിക്കുന്നത് യൂറിനറി ബ്ലാഡറിനെ കുറിച്ചാണ്. യൂറിനറി ബ്ലാഡർ റീഗെയിൻ ഇറ്റ്സ് നോർമൽ സൈസ് ആണ്. അതായത് ഇവിടെ യൂറിനറി ബ്ലാഡർ അതിൻ്റെ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ, അതായത് അതെന്ത് ചെയ്യും? അതിൻ്റെ നോർമൽ സൈസിലേക്ക് വരും. അതായത് സിമ്പത്തറ്റിക് വ്യവസ്ഥയാകുമ്പോൾ യൂറിനറി ബ്ലാഡർ സാധാരണ ചുരുങ്ങിയാണ് നിൽക്കുക. ആ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? അതിൻ്റെ നോർമൽ സൈസിലേക്ക് വരും. ചില കുട്ടികളൊക്കെ ഇല്ലേ പേടിച്ച് എന്താ പറയുക യൂറിൻ പാസ് ചെയ്ത് പോകുക എന്നുള്ള പറയുന്നത്. അപ്പോൾ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? അതിൻ്റെ നോർമൽ സൈസിലേക്ക് മാറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? യൂറിൻ പാസ് ആകുന്നത്. അപ്പോൾ യൂറിനറി ബ്ലാഡർ നോർമൽ സൈസിലേക്ക് മാറും സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലോ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും, സങ്കോചിച്ച് മാറും. ഓക്കെ, അതായത് ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓവർ ടെൻഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് പേടിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് പറഞ്ഞത്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ഓരോ അവയവത്തിലും ശരീരത്തിലെ ഓരോ അവയവത്തിലും വരുന്ന മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോർമോൺ ഇൻക്രീസസ് ആണ്. അതായത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഹോർമോൺ പ്രൊഡക്ഷൻസ്, ശരീരത്തിലെ പല ഹോർമോണുകളിൽ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഹോർമോണുകൾ വേണ്ടി വരും. അപ്പോൾ പല ഹോർമോണുകൾ ഇൻക്രീസ് ആവും, പെട്ടെന്ന് കൂടും ശരീരത്തിൽ. ഹോർമോൺ ഇൻക്രീസ് എപ്പോഴാണ്? സിമ്പത്തറ്റിക് വ്യവസ്ഥയിലാണ്.
പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലോ ഹോർമോൺ വീണ്ടും നോർമലൈസ് ആവും. അതായത് ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ ഹോർമോണൊക്കെ വീണ്ടും നോർമൽ സൈസിലാണ്. ധാരാളം ഹോർമോൺ ഷൂട്ട് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് മാത്രം. ആ ഫിയർ ഉണ്ടാകുന്ന ആ ഒരു മൊമെന്റിൽ ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കും. ട്രക്കിയ ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് ബീറ്റ് കൂടും, കണ്ണ് വലുതാകുന്നു, അല്ലെ? ഇത്തരമുള്ള കുറേ മാറ്റങ്ങൾ. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ വിശപ്പില്ലായ്മ അനുഭവിക്കുക, ഇതൊക്കെയാണ് നമുക്ക് സംഭവിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിൽ സംഭവിക്കുന്നത്. കണ്ണിന്റെ പ്യൂപ്പിള് ഡയലേറ്റ് ചെയ്യുക, അപ്പുറത്താവ് പാരാസിമ്പത്തറ്റിക് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് നോർമലായിട്ട് മാറും. കണ്ണിന്റെ പ്യൂപ്പിള് നേർ അവസ്ഥയിലാവും, അല്ലെ? സ്ഥിരാവസ്ഥയിൽ മാറും. ഇത്രയൊക്കെയാണ് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും തരാറുള്ളത് എന്താ പറയുക, നമുക്ക് കുറേ ഡിസോർഡറിൽ തന്നിട്ട് ഇതിനെ ഓർഡർ ആക്കി ചെയ്യാൻ പറയും. അതായത് ഉചിതമായ ഹെഡ്ലൈനിന്റെ കീഴിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ സിമ്പത്തറ്റിക് ഏതാണ് പാരാസിമ്പത്തറ്റിക് ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. സിമ്പത്തറ്റിക്കിൽ നടക്കുന്നതും പാരാസിമ്പത്തറ്റിക്കിൽ നടക്കുന്നതും. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്തെന്നുള്ളത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആവുന്നതും ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറുന്നതുമാണ്. അത് നോക്കി നല്ലോണം പഠിക്കണം. പിന്നെ അതേപോലെ യൂറിനറി ബ്ലാഡറിന്റെ കാര്യം. കാരണം യൂറിനറി ബ്ലാഡർ നോർമൽ സൈസ് എന്ന് പറയുന്നത് എപ്പോഴാണ്, സിമ്പത്തറ്റിക്കിലാണ്. അത് ഇവിടെയാണ് യൂറിനറി ബ്ലാഡർ ഗെറ്റ് ഇൻടു ദി ഒറിജിനൽ സൈസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളത് നല്ലോണം പഠിക്കണം. ഗ്ലൂക്കോസിന് ഗ്ലൈക്കോജൻ, പിന്നെ ഹോർമോണിന്റെ കാര്യം. ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഹോർമോൺ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത്. ഇത്രയും കാരണം ബാക്കിയൊക്കെ നമുക്ക് എല്ലാം പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സിമ്പത്തറ്റിക്കൽ ഏതാണ് പാരാസിമ്പത്തറ്റിക്കൽ ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അത് അത്രയും എളുപ്പമല്ല, കുറച്ച് നല്ലോണം ഇരുന്ന് തന്നെ പഠിക്കണം. അപ്പോൾ എന്താണ് കൂടി പറയാം, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, അല്ലെ? പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതാണ് ആ ഒരു ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ഏതൊക്കെ കൂടിച്ചേർന്നാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ ഉണ്ടാകുന്നത്? സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും കൂടിച്ചേർന്നാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം രൂപീകൃതമാകുന്നത്. അപ്പോൾ നമ്മുടെ ബോധതലത്തിന് പുറത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഇത്തരം പേടിയോ അല്ലെങ്കിൽ സങ്കടത്തിനൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ് എന്ന ഭാഗമാണ്. അതായത് നമ്മുടെ പാഠഭാഗത്തിലെ അവസാന ഭാഗമാണ് നാഡീ വ്യവസ്ഥയും അവയുടെ തകരാറുകൾ. നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്, അല്ലെ? അതിൽ ആ ഒരു പട്ടിക നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ബൈ ഹാർട്ട് അല്ലെങ്കിൽ നല്ലോണം നോക്കിയാൽ അവിടെ നിന്ന് വരുന്ന എല്ലാ മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 3 രോഗങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 3 രോഗങ്ങളിൽ ഒരു രോഗം, ആദ്യം കാണുന്ന രോഗം അൽഷിമേഴ്സ് ആണ്. ഏതാണ്? അൽഷിമേഴ്സ്. ഈ അൽഷിമേഴ്സ് രോഗത്തെ കുറിച്ച് നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിന് വരുന്ന രോഗമാണ് ഇത് അൽഷിമേഴ്സ്. എന്താണ് അതിന്റെ കാരണമെന്നും അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള 3 കോളങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിലെ രോഗം, എന്താണ് അതിന്റെ സിംറ്റംസ്, ലാസ്റ്റ് അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, അല്ലെ? ഇങ്ങനെ 3 കാരണങ്ങൾ. അപ്പോൾ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം ഇതിന്റെ പ്രധാന കാരണം ഇൻസോല്യബിൾ പ്രോട്ടീൻ എന്ത് ചെയ്യാണ്, നമ്മുടെ തലച്ചോറിലെ പല മസ്തിഷ്കത്തിന്റെ പല ഭാഗങ്ങളിൽ ഇൻസോല്യബിളായ പ്രോട്ടീൻസ് അടിഞ്ഞു കൂടുന്നതാണ് അതിനുള്ള പ്രധാന കാരണം. അതായത് മസ്തിഷ്കത്തിലെ പല ന്യൂറോണുകൾ എന്നിട്ട് എന്ത് ചെയ്യും, നശിച്ചു പോകും. ഇൻസോല്യബിൾ ആയുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യും, അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം എന്താണ്, മസ്തിഷ്കത്തിലെ ബ്രെയിനിൽ ഇൻസോല്യബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്നതാണ്. അപ്പോൾ നമ്മുടെ സെല്ലുകൾ ന്യൂറോൺസ് എന്ത് ചെയ്യും, നശിച്ച് തുടങ്ങും. അപ്പോൾ അതാണ് എന്തിന് കാരണം, അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം. ഇനി അതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അപ്പോൾ ഈ രോഗത്തിന്റെ കാരണം അല്ലെങ്കിൽ ആ രോഗം കൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി ലൈഫിലുള്ള റുട്ടീനൊക്കെ എന്ത് ചെയ്യും, മറന്നുപോകും. ഡെയിലി ലൈഫ് റുട്ടീൻ തെറ്റ്, അതായത് നമുക്ക് അതൊക്കെ എന്ത് ചെയ്യും, മറന്നു പോവുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യുക, മറന്നു പോവുക. കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റാതാവും, മറന്നു പോകും. അതാണ് അൽഷിമേഴ്സിന്റെ പ്രധാന ലക്ഷണം, സിംറ്റം. ഓക്കെ, അപ്പോൾ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ രോഗം പാർക്കിൻസൺസ് ആണ്. പാർക്കിൻസൺസ് രോഗം നമ്മുടെ തലച്ചോറിലെ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന സെല്ലിൽ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ, അതിന്റെ നാശമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകാനുള്ള പ്രധാന
കാരണം. മനസ്സിലായോ? നമ്മുടെ തലച്ചോറിലെ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന സെല്ലുകൾ നശിക്കുക, അതാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒന്നാം പ്രധാന കാരണം. അപ്പോൾ ഈ ഗാംഗ്ലിയോൺ നശിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, ശരീരത്തിലേക്കുള്ള ഈ മുഴുവൻ സെൽസും ഡാമേജ് ആയി തുടങ്ങും. മീൻസ് പാർക്കിൻസൺസ് ബ്രെയിനിലെ സെല്ലുകളൊക്കെ ഡാമേജ് ആവും. അപ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ എന്താക്കുകയാണ്? ശരീരത്തിന്റെ തുലന നില നഷ്ടപ്പെടും. നമ്മുടെ ശരീരത്തിന്റെ തുലന നില നഷ്ടപ്പെടും. നമ്മുടെ വായിൽ നിന്ന് എന്ത് വരും? ഉമിനീരും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതായത് സലൈവ എന്ത് ചെയ്യും? പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കുറേ സിംറ്റംസ് ആണ് പാർക്കിൻസൺസ് രോഗത്തിനുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഏതൊക്കെ സിംറ്റംസ് ആണുള്ളത്? സലൈവ പുട്ടിയുടെയും, അതായത് പുറത്തേക്ക് സലൈവ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ശരീരത്തിന്റെ ബാലൻസ്, അതായത് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ഗെറ്റ് അത് നശിച്ചു പോകും. ശരീരത്തിന്റെ ബാലൻസ് നശിക്കും. ഓക്കെ, അടുത്തത് എപ്പിലെപ്സി. എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ശരീരത്തിലെ ബ്രെയിനിലേക്ക് അമിതമായിട്ട് വൈദ്യുത പ്രവാഹങ്ങൾ പോകുമ്പോഴാണ് എന്ത് ചെയ്യുക? എപ്പിലെപ്സി സംഭവിക്കുക, അതായത് അപസ്മാരം. അപസ്മാരം പിടിച്ച ഒരു രോഗിയെ നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ? അവര് കൂടുതൽ നേരം വിറയും ഇതൊക്കെ ആയിട്ട് ബോധം കെട്ട് ബോധരഹിതനായി വീഴും അല്ലെ? എന്നിട്ട് വായിൽ നിന്ന് നുരയും പതയും എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഇതൊക്കെയാണ് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ. ഇങ്ങനെ 3 രോഗങ്ങളാണ് നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി അഥവാ അപസ്മാരം. ഈ 3 രോഗങ്ങളുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിന്റെ സിംറ്റംസ്, ഇതിലുണ്ടാകുന്ന എന്തുകൊണ്ട് ഇത് വരുന്നു, ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ. ഓക്കെ, റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനോട് കൂടി നെർവസ് സിസ്റ്റത്തിന്റെയും ഡിസോർഡേഴ്സിന്റെയും കൂടെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒരു കൺക്ലൂഷൻ എത്തിയിരിക്കുകയാണ്. ആ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? അറിയാനും പ്രതികരിക്കാനും അല്ലെ? സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന പാഠഭാഗം കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ നാഡീ വ്യവസ്ഥയെക്കുറിച്ചും അതിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് ഒരു ഇമ്പൾസ് നമ്മുടെ ശരീരത്തിൽ എത്തി തിരിച്ച് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നല്ലോണം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോസ് യൂസ്ഫുള്ളി ചെയ്തിട്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ യൂസ്ഫുള്ളാക്കി ഉപയോഗിക്കുക. അതെന്ത് ചെയ്യുക? കാണുക, പഠിക്കുക. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എക്സാം നടക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ചാപ്റ്ററിൽ ഈ വീഡിയോസിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കേണ്ടതാണ്. ഞങ്ങൾ അതിനോട് എപ്പോഴായാലും നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കുന്നതാണ്. കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നല്ലോണം ഈ വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക. എന്നിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് വൈകാതെ തന്നെ നടത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഒന്നാമത്തെ പാഠഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.